ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മക്കൾ ക്ലാസ്സിൽ പോകുന്ന സമയത്തുള്ള രാവിലത്തെ തിക്കും തിരക്കും ഒക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സും ട്രിക്സും എൻ്റെ മോർണിംഗ് റുട്ടീനുമാണ് ഷെയർ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ രാവിലെ 5 മണിക്കാണ് ഞാൻ പതിവായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രയർ എത്തിക്കും. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡയറിയിൽ അന്നത്തെ ദിവസം വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. എന്താണ് നമുക്ക് ഡയറിയിൽ എഴുതാണ്ടെന്ന് വെച്ചാൽ അതൊക്കെ എഴുതി വെക്കാം. അതിനുശേഷമാണ് ഞാൻ കിച്ചണിലോട്ട് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കാനുള്ള എൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, മക്കളൊക്കെ ചെറുതായിരുന്ന സമയത്ത് എനിക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കാറൊക്കെ ഉണ്ടെങ്കിലും ജോലികളൊക്കെ ഭയങ്കര തിരക്കടിച്ചിട്ട് ചെയ്യാറ്. കാരണം മക്കളൊക്കെ ചെറുതല്ലേ, കുറേ കാര്യങ്ങൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ടും ചെയ്തു കൊടുക്കണം. അവർ തനിയൊന്നും ചെയ്യില്ലല്ലോ. അവർ വലുതാവും തോറുമാണ് നമുക്ക് കുറച്ചും കൂടി ജോലികൾ സ്ലോ ആയിട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് ഞാൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത്. എൻ്റെ ജോലികൾ ഞാൻ നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ പതുക്കെ സമാധാനമായിട്ട് ചെയ്യാം. നേരം വൈകും തോറും എനിക്ക് ഇറിറ്റേഷൻ കൂടും. അപ്പോൾ രാവിലെ എത്രത്തോളം വേഗം എഴുന്നേൽക്കണം അത്രത്തോളം വേഗം നമുക്ക് ഫ്രീ ആവാനും പറ്റും. അപ്പോൾ അതിനാണ് ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത്. ഒരു കാരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഡയറി എഴുതലൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകൾ ഞാനൊന്ന് ഫോണിൽ വെച്ചിരിക്കുകയാണ്. അത് വെച്ചിട്ടാണ് ഞാൻ പരമാവധി എല്ലാ സമയവും ജോലികൾ ചെയ്യാറുള്ളത് കേട്ടോ. 1-2 കാര്യങ്ങൾ നമ്മൾ തലേദിവസം അല്ലെങ്കിൽ ആ ഒരാഴ്ചയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്താലാണ് നമുക്ക് രാവിലെ കുറച്ചുകൂടി സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുക. ആദ്യം തന്നെ നമ്മൾ എന്ത് ഭക്ഷണം വയ്ക്കണമെന്നൊരു പ്ലാൻ നമ്മൾ തയ്യാറാക്കി വെക്കുക. പിന്നെ കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ, അതായത് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നമുക്കൊന്ന് നന്നാക്കി വെക്കാം. വേണമെങ്കിൽ തലേദിവസം ഒരു നാളികേരം ചെരുവി വെക്കാം. അതോടൊപ്പം തന്നെ ജോലിക്ക് പോകുന്ന അമ്മമാരാണെങ്കിൽ ചിലവരൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്, വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് തലേദിവസമൊക്കെ വെക്കുന്നത്. ഏത് കറി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ, പിന്നെ കൊച്ചുമക്കളാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും തലേ ദിവസം തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. ബാഗ് മുതൽ യൂണിഫോം, ഷൂസ്, സോക്സ്, അങ്ങനത്തെ എല്ലാം തലേ ദിവസം ചെയ്ത് വെച്ചില്ലെങ്കിൽ രാവിലെ അത് ഭയങ്കര തിക്കും തിരക്കും കാര്യത്തിനും ഇതാവും, നമുക്ക് ദേഷ്യം വരും, ഇറിറ്റേഷനാവും. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ തലേ ദിവസം എന്തായാലും ചെയ്തു വെക്കുക. അങ്ങനെ ഏകദേശം ഒരു 5:30 മണി സമയമാകുമ്പോഴാണ് ഞാൻ കിച്ചണിലോട്ട് വരിക. 8 മണിക്കുള്ളിൽ എല്ലാ പണിയും തീർക്കണം, അതാണ് എൻ്റെ ഒരു മൈൻഡിലുള്ള ടൈമിങ്. അപ്പോൾ അതിനുള്ളിൽ നേരത്തെ തീർന്നാൽ ഓക്കെ, അല്ലെങ്കിൽ 8 മണി അതിൽ വിട്ടിട്ട് പോകാൻ പാടില്ല. അപ്പോൾ ചില സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ തിരക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഭയങ്കര തിരക്കടിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പരമാവധി 5:30 തന്നെ തുടങ്ങിയാലാണ് ഇതെല്ലാം വേഗം തന്നെ കഴിയുക. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ സാമ്പാറും അതിൻ്റെ കൂടെ കടച്ചക്ക ഉപ്പേരിയുമാണ് ഉണ്ടാക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്മാവും പഴമാണ് കൂട്ടി കഴിക്കണത്. സാധാരണ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാറ്. അങ്ങനെയാണ് ഞാൻ ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചിട്ടാണ് ഇവിടെ അരിയാനായിട്ട് വന്നിരിക്കാറ്. പിന്നെ പഴം ഉള്ളതുകൊണ്ട് പിന്നെ ഗ്രീൻ പീസ് കറിയുടെ ആവശ്യമില്ല. നമ്മൾ പിന്നെ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ രാവിലെ ആണെങ്കിൽ പലഹാരവും, ഉച്ചയ്ക്ക് ഒരു കറിയും ഒരു തോരനും, ഇനി പപ്പടം വറുക്കുകയാണെങ്കിൽ അത്, അല്ലെങ്കിൽ മീൻ വറുക്കാനുണ്ടെങ്കിൽ അങ്ങനെ അത്രയും ഉണ്ടാക്കാറുള്ളൂ. അതിലും കൂടുതൽ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാറില്ല. ഒന്നാമത് അങ്ങനെ അത്രയധികം ഐറ്റംസിൻ്റെ ആവശ്യം ഇവിടെ ആർക്കും തോന്നിയിട്ടില്ല. പിന്നത്തെ കാര്യം, എനിക്ക് വേണമെങ്കിലും കുറേ ടൈം ഇങ്ങനെ അടുക്കളയിൽ നിന്ന് പോവും. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇത്രയും ഉണ്ടാക്കാറുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ്, നിങ്ങൾ എത്ര തരം കറികളൊക്കെ ഉണ്ടാക്കും കേട്ടോ, ഒന്ന് കമൻസിൽ പറയൂ കേട്ടോ. അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മക്കളെ 2 പേരും എഴുന്നേൽപ്പിച്ചു. സമയം 6 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലാസ്സിൽ ഇപ്പോൾ അധികം പഠിപ്പിക്കലും കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കുറച്ച് അവയർനെസ് ക്ലാസ്സുകളൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. എന്നാലും രാവിലെ ഇപ്പോഴേ കുറച്ച് ദിവസം എഴുന്നേറ്റ് തുടങ്ങിയാലാണ് ഇനി ക്ലാസ്സിൽ ശരിക്കും പഠിപ്പിച്ച് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നേരത്തെ തന്നെ ക്ലാസ് തുറന്നപ്പോൾ വിളിച്ച് തുടങ്ങിയത്. വെക്കേഷൻ കഴിയുമ്പോൾ എല്ലാവർക്കും ഉറക്കത്തിൽ എഴുന്നേക്കാൻ ഒരു ക്ഷീണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരാഴ്ച ഇങ്ങനെ എഴുന്നേറ്റ് പഠിച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ ഓക്കെ ആവും. അപ്പോൾ എന്തായാലും മിസ്സതേ ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടെന്ന് ഞങ്ങൾക്കുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ ബാക്കിയുള്ളത് കുറച്ച് അരിയാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. സാമ്പാർ കഷ്ണങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്തോട്ട് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളത് അരിയാം. അപ്പോൾ നമുക്ക് കടച്ചക്ക അരിയാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്മാവിനുള്ള കഷ്ണങ്ങൾ കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കണം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഐറ്റം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അടുപ്പത്തേക്ക് വെച്ച് കഴിഞ്ഞാലില്ലേ, അതാവുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കി പണികൾ തീർക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്ലാനാണ് ഞാൻ പറഞ്ഞത്. മൾട്ടി ടാസ്ക് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ജോലികൾ ചെയ്ത് തീർക്കാൻ പറ്റും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള റൂം ഏതാണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. കാരണം ആ റൂമിൽ സ്പെൻഡ് ചെയ്യാനായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ റൂമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം ബെഡ്റൂമിൽ പണികളെല്ലാം കഴിഞ്ഞ് വന്ന ആ റൂമിലിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്, ഒരു സമാധാനമാണ്. പണികളൊക്കെ കഴിഞ്ഞല്ലോ, സ്വസ്ഥായില്ലോ എന്ന് പറഞ്ഞ റൂമിൽ വന്നിങ്ങനെ ബെഡ്റൂമൊക്കെ എടുക്കുമ്പോൾ ആ പുറമൊക്കെ നിർത്തുമ്പോൾ ഒരു സുഖം അല്ലേ. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റൂം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റൂം ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ കിച്ചണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, കിച്ചണിൽ കയറിയത് ഓർമ്മയുണ്ടാവുള്ളൂ, പിന്നെ പണി നിർത്തേണ്ടി വരില്ല. അപ്പം ഞാൻ പരമാവധി കിച്ചണിലെ പണികൾ വേഗം തീർത്ത് പോകാൻ ആഗ്രഹിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിൽക്കും തോറും
അടുത്ത പണി വരും, പിന്നെ അത് കഴിഞ്ഞ് അടുത്ത പണി വരും. അതെനിക്കറിയില്ല. ഒന്നെങ്കിൽ പാത്രം കഴുകാനായിരിക്കും മിക്കവാറും വരിക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ചെയ്യുന്ന പണി ഒന്ന് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ പണി വന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ വീട്ടമ്മമാരാകുമ്പോൾ നമുക്കറിയാം, നമുക്ക് എവിടെ തിരിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നത് കണ്ടാൽ അതെന്നാലും ഒതുക്കി വെച്ചാലോ അല്ലെങ്കിൽ അതിങ്ങനെ ചെയ്താലോ വെറുതെ ഇരിക്കാൻ നമുക്ക് തോന്നില്ല, എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് ആ ഡേ മുഴുവൻ ബിസി ആയിട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ അയ്യോ കുറച്ച് നേരം ഒന്നും ഇരുന്നില്ലല്ലോ, എന്തോരം കാര്യങ്ങളൊന്നും ചെയ്തേന്ന് നമുക്ക് തോന്നാം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രീ ടൈം നമുക്ക് കിട്ടണമെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സ് വിചാരിക്കണം, അല്ലെങ്കിൽ അത് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് സ്വസ്ഥമായിട്ട് മിണ്ടാതെ അവിടെ ഇരിക്കുക. ആ ദിവസം പിന്നെ വേറെ ഒതുക്കലും പരിപാടിക്കും ഒന്നും നമ്മൾ പോകണ്ട. അങ്ങനെ ഞാൻ ഓരോരോ പണികൾ ഇങ്ങനെ സൈഡിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. സാമ്പാർ അവിടെ ഉണ്ടാക്കാനായിട്ട് കുക്കറിൽ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മക്കൾക്ക് ടിഫിന് കൊണ്ടുപോകാനുള്ള ചോറ് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ഉപ്മാവ് ഇവിടെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ക്യാരറ്റും ഗ്രീൻ പീസും അതൊക്കെ ചേർക്കാറുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് നാളികേരം, നമ്മൾ ഈ വെള്ളം തിളപ്പിക്കുന്നതിൽ കുറച്ച് നാളികേരം കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ അത് അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ റവ വറുത്തതും കൂടി ചേർത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ നിങ്ങൾ ജോലികളൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, നല്ല സ്പീഡിലാണോ കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ സ്ലോയിലാണോ, അതുപോലെ എത്ര മണിക്ക് എഴുന്നേറ്റാണ് നിങ്ങളുടെ പണികളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റാറുള്ളത്? അപ്പം ഞാൻ അത്യാവശ്യം ഒരു മീഡിയം സ്പീഡ് എന്ന് പറയാം, ഭയങ്കര സ്പീഡല്ല ഭയങ്കര സ്ലോ അല്ല, ഒരു മീഡിയം സ്പീഡ് എന്ന് പറയാം. അപ്പോൾ എനിക്ക് വല്ലാണ്ട് സ്പീഡാകുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം ഒപ്പിച്ചിട്ട് പിന്നെ അവസാനം അത് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. പലപ്പോഴും എനിക്ക് ചില സമയത്ത് തിരക്ക് കൂടുമ്പില്ലേ എന്തെങ്കിലുമൊക്കെ തട്ടിമറിഞ്ഞു എന്തെങ്കിലും പറ്റിയിട്ട് ഇരട്ടി പണി അവസാനം ഇരട്ടി സമയമാണ് നഷ്ടപ്പെടാറ്. അതുകൊണ്ട് ഞാനിപ്പോൾ പണ്ടത്തെ സ്പീഡ് ഇപ്പോൾ എടുക്കാറില്ല, കുറച്ചൊരു മീഡിയം സ്പീഡിലാണ് പണികൾ ചെയ്യുന്നത്. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു വെകിളി പിടിച്ച പോലെ തിരക്കടിച്ച ചെയ്യുക. കാരണം കുട്ടികളുടെ കാര്യം അവർ ചെറുതായിരിക്കുമ്പോൾ അവർ വന്നിങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ തല്ലൂട്ടും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ അത് സോൾവ് ആക്കാൻ നിൽക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ പണി ഇങ്ങനെ കുറേ ചുറ്റിപ്പോവും. അപ്പോൾ പരമാവധി എൻ്റെ ആഗ്രഹം എന്താ വെച്ചാൽ അവർ രാവിലെ എഴുന്നേറ്റ് വരണേ മുമ്പ് പണികൾ തീരണം എന്നാണ്. പക്ഷേ ചില ദിവസമൊന്നും അങ്ങനെ ഇപ്പോൾ അവർ വലുതായി, ചെറുതായിരിക്കുമ്പോൾ ഒക്കെ വേഗം ഒന്നും തീർക്കാനൊന്നും എനിക്ക് പറ്റാറില്ല. അങ്ങനെ നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കി കഴിഞ്ഞു, സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് കടച്ചക്ക ഒന്ന് വേവിച്ച് അതും കൂടി ഒന്ന് കാച്ചിയെടുക്കണം. ഇനി നമുക്ക് കടച്ചക്ക വേവിച്ചെടുക്കാൻ പോവാണ്. കടച്ചക്കയിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഒരു വിസിലടിച്ചിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു വിസിലടിച്ച് പ്രഷർ പോകുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങി കേട്ടോ. അങ്ങനെ അത്ര ഇഷ്ടമില്ലാത്തതാണെങ്കിൽ പ്രഷർ മുഴുവൻ പോകാനായിട്ട് നിൽക്കണ്ട. ഇനി ഞാൻ വെളിച്ചെണ്ണയിലോട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചത് ചേർത്ത് കൊടുത്ത് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മൊരിയിച്ചെടുത്ത ശേഷം അതിലേക്ക് ഒരു ഇത്തിരി മുളക് പൊടിയും പിന്നെ കുറച്ച് നമ്മൾ കുത്തിപ്പൊടിച്ച മുളകുണ്ടല്ലോ അത് രണ്ടും കൂടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മൊരിയിച്ചെടുത്ത ശേഷം ഈ കടച്ചക്ക ഇട്ടിട്ട് അങ്ങോട്ട് കാച്ചിയെടുത്തൊരു പ്രത്യേക ടേസ്റ്റാണ്. ദേ മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ടിഫിന് ഞാൻ പപ്പടം കൂടി വറുത്ത് അവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. ഇസ മാത്രമാണ് കേട്ടോ ടിഫിൻ കൊണ്ടുപോകണേ, റോസുവിന് കൊണ്ടുപോകണ്ട, അവൾ സ്കൂളിൽ നിന്നാണ് കഴിക്കുന്നത്. അതേ കടച്ചക്കയും കൂടി കാച്ചിയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറിയും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി എനിക്ക് പാത്രങ്ങളെല്ലാം തന്നെ വാഷ് ചെയ്ത് വെച്ചിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ചില ദിവസം കുക്കിംഗ് ലേറ്റ് ആവുകയാണെങ്കിൽ ഞാൻ പാത്രങ്ങളിലൊക്കെ അവിടെ വെക്കും, മക്കളെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞിട്ടാണ് കഴുകി വെക്കുക. പക്ഷെ ഇന്ന് എനിക്ക് നേരമുള്ള കാരണം ഞാൻ അതെല്ലാം വാഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും 8 മണി കഴിയുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ പാത്രങ്ങൾ വാഷ് ചെയ്ത് വെക്കുകയാണ്. കയ്യോടെ തന്നെ ഞാൻ എപ്പോഴും പണികൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ പാത്രം കഴുകി തീർക്കാൻ നോക്കും. കാരണം ഞാൻ ഈ കാര്യങ്ങൾ അപ്പോൾ ചെയ്യണതിൻ്റെ റീസൺ എനിക്കിത് ചെയ്യാൻ അത്ര ഇഷ്ടമല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം വേഗം കുറച്ച് ഉള്ളപ്പോൾ തീർക്കണോ അത്രത്തോളം ഈസി ആയിരിക്കും. കുറച്ചുള്ളപ്പോൾ ചെയ്യാൻ കുഴപ്പമില്ല, അധികമാകുമ്പോൾ നമുക്ക് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, അതെല്ലാം കഴുകി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ആദ്യം ഞാനെപ്പോഴും എല്ലാവരും പോയി കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് കഴിക്കാറുള്ളത്. പക്ഷേ ചേട്ടൻ വന്നപ്പോൾ പറഞ്ഞാൽ എല്ലാവരും പരമാവധി ഒരുമിച്ച് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനും അവരുടെ കൂടെ തന്നെ ഇരുന്ന് കഴിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈസിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ക്ലാസ്സിലോട്ട് പോകാനായിട്ട്. അപ്പോൾ അവർ വലുതായി കാരണം അവരെല്ലാ കാര്യവും അവരുടെ സ്വന്തമായിട്ട് തന്നെ ചെയ്തു തുടങ്ങി. പിന്നെ ഈ റൂമിൽ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ മടക്കാളത്തൊക്കെ ഒന്ന് മടക്കി വെച്ച് റൂമിൽ പോകുമ്പോൾ ഒന്ന് സെറ്റ് ചെയ്തിട്ടിട്ടാണ് പോണത്. എന്താ വെച്ചാൽ തിരിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ ആകെ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഓർമ്മിപ്പിക്കും, ഒന്ന് ഒതുക്കിയിട്ടൊക്കെ പൊക്കോട്ടാണ്, അല്ലാതൊന്നും അവർ ഓർത്ത് ചെയ്യണതല്ല കേട്ടോ. ചില നേരത്തെ ഞാൻ അങ്ങനെ ഓർമ്മിപ്പിക്കുമ്പോൾ അവർക്ക് ഓർമ്മ വരുമ്പോൾ അവർ ചെയ്യും. ഇല്ലെങ്കിൽ കുട്ടികളല്ല, അവർ പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോൾ തിരക്കൊക്കെ വരുമ്പോൾ അവർ മറന്നു പോകും, പിന്നെ നമുക്ക് അതിലൊരു മടിയൊക്കെ തോന്നും. അപ്പോൾ ഞാനിങ്ങനെ ഓർമ്മിപ്പിക്കുമ്പോൾ അവർ വേഗം അതൊക്കെ ചെയ്ത് വെക്കും. അങ്ങനെ ഇസയുടെ എല്ലാ ജോലികളും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾ ഫ്രീ ആയി. അപ്പോൾ ഇനി റോസുവിന് അവളൊന്ന് മുടി കെട്ടി കൊടുക്കാൻ ഞാൻ പറഞ്ഞപ്പോൾ അവൾ കെട്ടി കൊടുക്കാൻ കേട്ടോ. ഞാൻ എപ്പോഴും അവരെ ഏൽപ്പിക്കാറില്ല ഈ ജോലി, കാരണം ഇവർ രണ്ടുപേരും കൂടി ഇവിടെ നിന്നാലേ കുറച്ച് കഴിയുമ്പോൾ ഇവിടുന്ന് തല്ലൂട്ടം ബഹളമൊക്കെ കേൾക്കാം. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, രണ്ടാളും 2 ഏജ് ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ റോസുവിന് ചിലപ്പോൾ പറയും അയ്യോ എൻ്റെ മുടി വേദന എടുത്തു, ചേച്ചി വലിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് വഴക്ക് കേൾക്കാം. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു കേട്ടോ, കാരണം ഞാൻ അവിടെ നിന്ന് പോയാൽ മിക്കവാറും ഇവിടെ തല്ല് നടക്കും. അപ്പോൾ അതുകൊണ്ട് അവർ നല്ല കുട്ടികളായിട്ടൊക്കെ ഈ മുടിയൊക്കെ കെട്ടി കഴിഞ്ഞു. ഇനി ഞാൻ ചോറൊക്കെ ഇസയ്ക്കുള്ളത് ഇവിടെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ നമ്മൾ ചോറും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് ടിഫിനൊക്കെ സെറ്റാക്കി വെക്കുകയാണ്. ചോറ് വെച്ചു, സൈഡിൽ കുറച്ച് അച്ചാർ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഡബ്ബയിൽ കുറച്ച് സാമ്പാർ വെക്കുന്നുണ്ട്. സാമ്പാറിന് ഈ ഒരു ഡബ്ബ ഇങ്ങനെ പിരിയുള്ള മോഡൽ സ്റ്റീലിൻ്റെ പാത്രം കേട്ടോ. ഇത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത് മേടിച്ചിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ ഞാൻ വാഷ് ചെയ്തൊക്കെ എടുത്തു കേട്ടോ. അതിൻ്റെ സ്റ്റിക്കർ ഞാൻ ഊരാൻ മറന്നു പോയിട്ട് അത് പിന്നെ ഞാൻ ഊരിണ്ടായിരുന്നു. അത് കഴിഞ്ഞതേ ഇവിടെ സൈഡിലായിട്ട് കടച്ചക്കയുടെ ഉപ്പേരി വെച്ചിട്ടുണ്ട്. പിന്നെ ആ കുഞ്ഞ് പാത്രത്തിൽ കുറച്ച് പപ്പടം വറുത്തത് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ പാത്രത്തിൽ കുറച്ച് ചാമ്പയ്ക്ക ഉപ്പും മുളകും ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചോറും പാത്രവും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ടവലൊക്കെ കെട്ടി ഒക്കെ റെഡിയാക്കി. ഈ പണികളെല്ലാം കഴിയുമ്പോൾ തന്നെ ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ, കാരണം ഒരു ആശ്വാസമാണ്. ഓക്കെ, രാവിലത്തെ ഇത്രത്തോളം പണികൾ എൻ്റെ കഴിഞ്ഞല്ലോ എന്ന്. അങ്ങനെ ബാഗിൽ അതെല്ലാം സെറ്റാക്കി റെഡിയായി അവർ ക്ലാസ്സിലോട്ട് പോവാണ്. ക്ലാസ്സൊക്കെ തുറന്ന് കുറച്ച് ദിവസങ്ങളൊക്കെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം കൃത്യമായിട്ട് ടൈമിനൊക്കെ ചെയ്ത് ഇന്ന് വേഗം തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ക്ലാസ് ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ ഇത്തിരി സ്ലോ ആവാൻ തുടങ്ങും. പിന്നെ പോണേൻ്റെ സ്പീഡൊക്കെ നമ്മുടെ പതിയെ കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് പറഞ്ഞു, ഇതുപോലെ തന്നെ ഇന്ന് കൃത്യമായിട്ട് ഇങ്ങനെ പോകണം, തിക്കും തിരക്കൊന്നും അടിക്കാതെ നന്നായിട്ട് പോകണം എന്ന് പറയട്ടെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ. എനിക്കും അതെ, ക്ലാസ്സൊക്കെ തുടങ്ങുമ്പോൾ ഭയങ്കര ഒരു പെർഫെക്റ്റ് ആയിട്ടൊക്കെ ചെയ്യാനുള്ള ഒരു ഫീലാണ്. ഓരോ ദിവസം കഴിയും തോറുമാണ് നമുക്ക് ഒരു മടുപ്പ് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ എന്തായാലും അവർ രണ്ടുപേരും ക്ലാസ്സിലോട്ട് പോവാണ്. എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് പോവാണ്. അങ്ങനെ മക്കൾ രണ്ടുപേരും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ സ്വസ്ഥമായിട്ട് അവിടെ കുറച്ച് നേരം ഒന്ന് ഇരിക്കും. ഒരു 3/4 മണിക്കൂർ അവിടെ ഇരുന്ന ശേഷമാണ് ഞാൻ എൻ്റെ ബാക്കി പണികളൊക്കെ ചെയ്യാനായിട്ട് പോകാറുള്ളത്. അപ്പോൾ സമയം ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിയുമ്പോൾ ഞാൻ തുണികൾ വാഷ് ചെയ്യാൻ വാഷിംഗ് മെഷീനിലിടാം. അത് മിക്ക ദിവസം ഇടേണ്ടി വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മെഷീനിൽ ഇട്ട ശേഷമാണ് ഞാൻ വീടിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണത്. എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ മനസ്സിൽ വെക്കുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഭക്ഷണം വയ്ക്കലാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം മക്കൾക്ക് ടൈമിന് ഫുഡ് കൊണ്ടുപോകണം. ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ടൈമിന് കഴിക്കണം എല്ലാവരും. പിന്നെ പ്രായമായവരുണ്ടാകുമ്പോൾ അവർക്കും ടൈമിന് ഭക്ഷണം കറക്റ്റായിട്ട് കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എൻ്റെ ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് കുക്കിംഗ് തന്നെയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ എനിക്ക് പകുതി ആശ്വാസമാണ്. പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്ത് വെക്കുന്ന പണികളാണ്. ഇപ്പോൾ ക്ലീനിങ് ആയാലും ഒതുക്കലായാലും ഒക്കെ എനിക്ക് എൻ്റെ ഫ്രീ ടൈം അനുസരിച്ച് ചെയ്യുന്ന ജോലികളാണ്. പക്ഷേ കുക്കിംഗ് എന്തായാലും ചെയ്യേണ്ട ഒരു ജോലിയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ തന്നെ എനിക്ക് ആശ്വാസമാണ്. അപ്പോൾ എനിക്ക് ആകെ ഒരു ടിപ്പ് പറയാനുള്ളൂ, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ദിവസം നിങ്ങൾ ചെയ്യേണ്ട ജോലി ഏതാണെന്ന് വെച്ചാൽ അത് ഫസ്റ്റിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ ബാക്കിയുള്ളത് ചെയ്യാൻ മതി. ഇപ്പോൾ ക്ലീനിങ് ഇപ്പോൾ ഒരു ദിവസം ചെയ്തില്ല വെച്ചിട്ട് ഇപ്പോൾ ഒന്നും ഉണ്ടാകുന്നില്ല, അവിടെ കിടക്കും. അടുത്ത ദിവസം അതിൽ ഒതുക്കാം അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാം, പ്രശ്നമില്ല എനിക്ക്. പക്ഷേ കുക്കിംഗ് നമുക്ക് അങ്ങനെ പെൻഡിങ് വെക്കാൻ പറ്റണ ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പകുതി ആശ്വാസമായി. അപ്പോൾ ക്ലീനിങ് ഏകദേശം ഞാനൊരു അടിച്ച് വാരിയൊക്കെ എടുക്കാനൊരു 15-20 മിനിറ്റൊക്കെ മാക്സിമം മതിയിട്ടാണ്. തുടച്ചെടുക്കാനാണെങ്കിൽ അങ്ങനെ ഞാൻ ഓരോ റൂമുകളായിട്ട് അടിച്ച് വാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ ബെഡിൻ്റെ സൈഡിൽ കുറച്ച് ബുക്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താ ഞാൻ വെച്ചേക്കണമെന്ന് വെച്ചാൽ ഞാൻ ബുക്കൊന്നും ഇപ്പോൾ തീരെ വായിക്കുന്നില്ല. ചില പുസ്തകങ്ങൾ മുഴുവൻ വായിച്ചിട്ടുണ്ട്, ചിലതൊക്കെ പകുതി വായിച്ച് അവിടെ അങ്ങനെ നിർത്തി വെച്ചിരിക്കുക. അപ്പോൾ ഫോണിൽ ഓരോന്ന് നോക്കിയിരുന്ന് പുസ്തകം വായിക്കാൻ എനിക്ക് നേരെ കിട്ടണില്ല. അപ്പോൾ ഞാനത് ഓർമ്മ വരാൻ വേണ്ടി എൻ്റെ ബെഡിൻ്റെ സൈഡിൽ തന്നെ ബുക്ക് വെച്ചിരിക്കുക. അങ്ങനെയെങ്കിലും ഞാൻ പുസ്തകം ഒന്ന് വായിക്കാൻ. പണ്ടൊക്കെ ഞാൻ എന്തോരം വായിക്കാറെന്ന് അറിയും. ഇപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്. വായിച്ചിരുന്നു ഒരിടനെ കുറച്ചാൾ, പിന്നെയും നിർത്തി. ഇപ്പോൾ എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തിരിയെങ്കിലും ഒന്ന് വായിക്കുന്നത് വെച്ചിട്ട് അതങ്ങനെ സൈഡിൽ വെച്ചിരിക്കുകയാണ്. കാരണം ഫോണിൽ നമുക്ക് കുറച്ചും കൂടി രസമായിട്ട് ആക്ടിവിറ്റീസും കാര്യങ്ങളും കാണാൻ കുറേയും കൂടി ഉണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ ബുക്ക് എന്തോ ഒരു ബോറടി പോലെ തോന്നുക. പിന്നെ ഉറക്കം വരും വായിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും. അതുകൊണ്ടാണ് ഞാൻ വായിക്കാണ്ടായത്. പക്ഷേ എന്തായിരുന്നു വായിക്കണമെന്ന് വെച്ചിട്ടാണ് ഞാൻ അതൊക്കെ അവിടെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് ഞാൻ കിച്ചണിലോട്ട് വന്നിട്ട് അവിടെയും കൂടി ഒന്ന് അടിച്ച് വാരിയൊക്കെ തുടച്ചിടാണ്. സിറ്റ് ഔട്ടും കൂടി എനിക്ക് അടിച്ചിടണം. പക്ഷേ അവിടെ അപ്പച്ചനമ്മ ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ അവിടെ അടിക്കാൻ പറ്റിയിട്ടില്ല. അത് ഞാൻ ടൈം അനുസരിച്ച് അത് ചെയ്യും. അപ്പോൾ അങ്ങനെ കിച്ചൺ കൂടി തുടച്ചിട്ടോടുകൂടി നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. മഴ കാരണം തന്നെ തുണികളൊന്നും ഉണങ്ങാതെ ഇങ്ങനെ കിടക്കാട്ടോ. അതുകൊണ്ട് തന്നെ മുകളിൽ മുഴുവൻ തുണികൾ ഉണങ്ങാതിരിക്കുക. ഇനിയുള്ളതൊക്കെ ഈ സ്റ്റാൻഡും വിട്ട് മുറ്റത്ത് ഇവിടെ വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് അത്യാവശ്യം വെയിലുണ്ട്. അപ്പോൾ എല്ലാം ഇന്ന് ഉണങ്ങി കഴിഞ്ഞാൽ ഇന്ന് മടക്കാൻ കുറേ അധികം തുണികളുണ്ടാവും. അങ്ങനെ സമയം ഇപ്പോൾ 10:30 മണിയായി. ഞാൻ ഫ്രഷ് ആയിട്ടൊക്കെ വന്നു. ഇനി ഈ 10:30 മുതൽ ഏകദേശം 1 മണി വരെ ഞാൻ സാധാരണ വീഡിയോയുടെ എന്തെങ്കിലുമൊക്കെ എഡിറ്റിങ്ങും കാര്യമൊക്കെ ചെയ്യാനിരിക്കുന്ന സമയമാണ്. പക്ഷേ ഇന്ന് ഞാൻ വീഡിയോയുടെ എഡിറ്റിംഗ് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. കാരണം തലേദിവസം വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. അതൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. കുറച്ച് നേരം ഇരുന്ന് വായിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, പുസ്തകമൊക്കെ എടുത്ത് വെച്ച കാരണം. അപ്പോൾ ഇതെല്ലാ പണികളും കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് നമ്മുടെ ഒരു കോർണറിൽ വന്നിരുന്ന്, ഞാൻ പറഞ്ഞില്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എൻ്റെ റൂമാണ്. അപ്പോൾ അവിടെ വന്നിരുന്ന് ബുക്ക് വായിക്കാൻ ഒരു പ്രത്യേക ഫീലാണ്. അപ്പോൾ ഈ ഒരു ബുക്കാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുസ്തകത്തിൻ്റെ 4 ചാപ്റ്റർ ഞാൻ മുൻപ് വായിച്ചതാണ്. പക്ഷേ ഞാനത് മറന്നുപോയി ശരിക്കും പറഞ്ഞാൽ. കുറേ നാൾ കഴിഞ്ഞിട്ട് പിന്നെ ഇതിപ്പോൾ വായിക്കാൻ എടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം പുതിയ ഒന്നും കൂടി വായിക്കുകയാണ്.
നമ്മൾ ഫോണിൻ്റെ ഉപയോഗം കൂടുന്തോറും നമുക്ക് പുസ്തകം വായിക്കാനുള്ള ക്ഷമയും ആ കോൺസെൻട്രേഷൻ കുറയും കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് ബുക്ക് വായിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പുസ്തകത്തിൽ ഇത് എഴുതാനും കൂടി നോക്കുക. കാരണം ഫോണിൽ നമ്മളെല്ലാം എഴുതുമ്പോഴും ഫോണിലെല്ലാം കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സ്കില്ല് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. വായന എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കതൊരു സ്കില്ലാണ്, സ്പീഡിൽ വായിക്കാനും ശ്രദ്ധയോടെ വായിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള പല സ്കില്ലുകളും ഫോൺ വന്നതോടുകൂടി നമ്മുടെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുപോലെ ഇപ്പോൾ ഒരു ക്രാഫ്റ്റ് ആയാലും ആർട്ട് വർക്ക് ആയാലൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളെപ്പോഴും വീഡിയോസ് സെർച്ച് ചെയ്തിട്ട് ചെയ്യുകയാണ് ചെയ്യണം. പണ്ട് അങ്ങനെയല്ലല്ലോ ചെയ്യുക, സ്വയം എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിക്കും. പക്ഷേ ഇപ്പോൾ ഐഡിയ കണ്ടുപിടിക്കലൊന്നുമില്ല, ഒക്കെ ഫോണിൽ നോക്കി സെർച്ച് ചെയ്തിട്ട് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്കില്ലുകൾ നമ്മൾ നഷ്ടപ്പെടുത്താണ്ട് നോക്കാം. അപ്പോൾ ഇന്നത്തെ അതുപോലെ ഇപ്പോൾ ഒരു ക്രാഫ്റ്റ് ആയാലും ആർട്ട് വർക്ക് ആയാലൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളെപ്പോഴും വീഡിയോസ് സെർച്ച് ചെയ്തിട്ട് ചെയ്യുകയാണ് ചെയ്യണം. പണ്ട് അങ്ങനെയല്ലല്ലോ ചെയ്യുക, സ്വയം എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിക്കും. പക്ഷേ ഇപ്പോൾ ഐഡിയ കണ്ടുപിടിക്കലൊന്നുമില്ല, ഒക്കെ ഫോണിൽ നോക്കി സെർച്ച് ചെയ്തിട്ട് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്കില്ലുകൾ നമ്മൾ നഷ്ടപ്പെടുത്താണ്ട് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ മോർണിംഗ് റുട്ടീൻ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ടിപ്സ് എന്നോടും പറയണം. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോയിൽ വീണ്ടും നമുക്ക് വരുന്നതായിരിക്കും. അതൊരിക്കലും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.